എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വളരെ സിമ്പിളാണ്. അതിൻ്റെ മാർക്സ് ഫുള്ളും തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മളിനി ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ്? ബിടെക് സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളിൽ ടീച്ചിങ് ജോബ് ഇഷ്ടമുള്ളവർക്കുള്ള ഏറ്റവും 2 അപ്ഡേറ്റ്സ് ഉണ്ട്. അതായത് ബിടെക് മാത്രമാണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും ടീച്ചിങ് പാഷൻ ആയിട്ടുള്ളവർക്ക് ഒന്നെങ്കിൽ നമുക്ക് പോളിടെക്നിക് ലെക്ചറായിട്ട് ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ടർ ജോബുകൾ നമ്മുടെ ITIയിലുണ്ട്. പക്ഷേ എന്നാലും കുറച്ചുകൂടി ബിടെക് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോബ് എന്ന രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമാണ് ലെക്ചർ ഇൻ പോളിടെക്നിക് സിവിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് മാത്രം മതി യോഗ്യത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടീച്ചറായിട്ട് പോളിടെക്നിക്കുകളിൽ കയറാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമോ, അല്ലെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ചിലപ്പം ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് ജോബ് താല്പര്യമുണ്ട്, പക്ഷേ MTech ഒന്നും ഇല്ല നിങ്ങളുടെ കയ്യിൽ, ക്വാളിഫിക്കേഷൻ MTechോ PhDയോ പോലെയുള്ള ഉയർന്ന യോഗ്യത ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ടീച്ചിങ് ജോബ് എന്ന സ്വപ്ന ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു പോസ്റ്റിലൂടെ. പക്ഷേ ഈ ഒരു പോസ്റ്റ് നമുക്ക് ഉടൻ തന്നെ വിളിക്കുമോ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണ്, അല്ലെങ്കിൽ എന്നായിരിക്കും ഇനി നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരിക തുടങ്ങിയ കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പലരും ഇതിനെക്കുറിച്ച് അവെയർ ആയിരിക്കത്തില്ല. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പോളിടെക്നിക് ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള അവയർനെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് നമ്മുടെ കേരള PSC എല്ലാ പരീക്ഷകൾക്കും അല്ലെങ്കിൽ എല്ലാ പോസ്റ്റുകളിലും വിളിക്കുന്ന പോലെ തന്നെ വിളിക്കുന്ന ഒരു പോസ്റ്റാണ് ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ പോളിടെക്നിക്സ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. നമുക്ക് കേരള PSC ആണ് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം, അപ്പം പുതിയ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാം, കേരള PSC റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് നമുക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി ഒരു പ്രൊഫൈൽ ഉണ്ടാവണം. അതായത് തുളസി എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ നമുക്ക് കയറി നമ്മുടെ ഒരു പേഴ്സണൽ പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ലൈക്ക് നമ്മുടെ 10th മുതലുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് വൺസ് നമ്മുടെ അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് നമ്മുടെ പ്രൊഫൈലിൽ കാണാം, അല്ലെങ്കിൽ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. നമുക്ക് യോഗ്യതയുള്ളത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്ലൈ നോ ഓപ്ഷൻസും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഇത് നമുക്ക് കേരള PSCയുടെ ഒരു എന്താ പറയുക റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ തന്നത് ഫ്രഷേഴ്സിന് വേണ്ടി മാത്രം പറഞ്ഞൊരു കാര്യമാണ്. ഓൾറെഡി അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്തോളൂ, നിങ്ങൾ അത് കുറിച്ച് ഓൾറെഡി അവെയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിലേക്ക് വരാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന കാര്യമായിരിക്കും, നമുക്ക് ബിടെക് ഡിഗ്രി മതിയെങ്കിൽ പോലും നമുക്കൊരു പെർസെൻറ്റേജ് ഓഫ് മാർക്സ് അവിടെ സ്പെസിഫൈഡ് ആണ്. 60% മാർക്സ് ബിടെക് ഡിഗ്രിയോടുകൂടി, അതായത് ബിടെക് ഡിഗ്രി വിത്ത് 60% മാർക്സ് ആണ് പോളിടെക്നിക് ലെക്ചറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ 60% മാർക്കോട് കൂടി നിങ്ങൾ പറയുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അത് ഏതെങ്കിലും നമ്മുടെ PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ 40 years ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സോ 18 to 40 years ആയിരിക്കും നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഏജിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പിന്നെ രജിസ്ട്രേഷൻ ആക്ച്വലി ഞാൻ പറഞ്ഞു, നമ്മുടെ കേരള PSCയുടെ അതായത് 1 time രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിരിക്കണം. തുളസി എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ 1 time രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രൊഫൈൽ ത്രൂ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. എല്ലാ പോസ്റ്റിലേക്കും ഉള്ള പോലെ തന്നെ നമുക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഈ റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയായിരിക്കും. ഈ പരീക്ഷയിൽ ഒരു നിശ്ചിത മാർക്ക്, അതായത് നമ്മുടെ കട്ട് ഓഫിന് മുകളിൽ വരുന്ന ഉദ്യോഗാർത്ഥികളെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്ത് ആഫ്റ്റർ ദാറ്റ് ഒരു ഇൻ്റർവ്യൂ കാണും. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ശേഷം സർട്ടിഫിക്കറ്റ് ചെക്ക് പ്ലസ് ഇൻ്റർവ്യൂ നടത്തിയതിന് ശേഷം ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് വേക്കൻസീസിനനുസരിച്ച് നമുക്ക് അഡ്വൈസ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പ്ലസ് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് ഈ റിട്ടൺ എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥി. സാധാരണ നമ്മുടെ എല്ലാ എക്സാംസിൻ്റെ പ്രൊസീജിയർ തന്നെയാണ്. എന്നിട്ട് നമുക്ക് വേക്കൻസി വരുന്നതിനനുസരിച്ചാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമ്മൾ അപ്പോയിൻമെൻറ്റ്സ് നടത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ്. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. 1.5 മണിക്കൂറാണ് നമ്മുടെ പരീക്ഷയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുള്ള കണ്ടന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ പോർഷൻസ് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സിവിൽ കോറായിട്ട് നമ്മൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. സിവിലാണ് നമ്മൾ ആ ഒരു കോളേജിൽ പോയി നമ്മുടെ ഉദ്യോഗാർത്ഥികളെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സിവിൽ നല്ല സ്ട്രോങ് നോളജ് ഉണ്ടായിരിക്കും. സോ സിവിൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പിന്നെ ബേസിക് ആയിട്ടുള്ള കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൻ്റെ ബേസിക്സ് ഉണ്ടായിരിക്കും. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മുതലായ ബേസിക് ബ്രാഞ്ചുകളിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ബേസിക് ബ്രാഞ്ചസിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. സോ ഈ ബേസിക് ബ്രാഞ്ചസിൻ്റെ ബേസിക്സ് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ എല്ലാ ബ്രാഞ്ചിനെയും പഠിക്കത്തില്ലേ, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ആ സെയിം ബേസിക്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇൻഡെപ്ത് ഒന്നും പഠിക്കാനില്ല. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, മാത്സ് ഒക്കെ നമുക്ക് ബേസിക്സ് ആയിട്ടേ ഉള്ളൂ. മാത്സ് ഒക്കെ വളരെ സിമ്പിളാണ്. പക്ഷേ നിങ്ങളൊന്ന്
പഠിച്ചു തുടങ്ങണം. കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു പരീക്ഷയിൽ നമുക്ക് അതിലേക്ക് വരാം, നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോഴേക്ക് ഞാൻ ആ കഴിഞ്ഞ എക്സാമിൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് അനാലിസിസും കൂടി ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ കോർ സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സിൽ വരുന്ന സ്ട്രക്ചറൽ ഉണ്ട്, ജിയോ ടെക്നിക്കൽ, ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എൻവയോൺമെൻറ്റൽ, കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ്, സർവേയിങ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, നമ്മുടെ നോർമലി ഉള്ള നമ്മുടെ സിവിൽ ഒരു ബിടെക് യോഗ്യതയുള്ള പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോർഷൻസും ഇവിടെയുണ്ട്. ഇത് കൂടാണ്ട് അഡീഷണലി മാത്സ്, ബേസിക് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിൻ്റെ ബേസിക്സും ഉണ്ട്. അതായത് ബേസിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ PSC പറയുന്ന സിലബസ് എന്ന് പറയാം. അതായത് പോളിടെക്നിക് ലെക്ചറിന് അതൊരു എക്സാമിന് നമ്മൾ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾ പഠിച്ച് പരീക്ഷ എഴുതേണ്ട സിലബസാണിത്. ഈ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പഠിക്കുന്നതിന് മുന്നേ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് വരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ സിവിൽ പോർഷൻസ് ഭയങ്കര എളുപ്പമായിരുന്നു. അതായത് സിവിൽ ബിടെക് ഉള്ള ഉദ്യോഗാർത്ഥികളാണ് പോളിടെക്നിക് ലെക്ചർ സിവിൽ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്നത്. അവർക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പോർഷൻസ് ഭയങ്കര സിമ്പിളായിരുന്നു, ഭയങ്കര ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് അത് എല്ലാവർക്കും ആൻസർ ചെയ്യാം. പക്ഷേ ബാക്കി ബ്രാഞ്ചസിൻ്റെ ബേസിക്സ് ടഫായിരുന്നു. എക്സാമ്പിൾ നമ്മൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു കഴിഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾ ബേസിക് മെക്കാനിക്കൽ പഠിക്കുമ്പോൾ ഇൻ ഡെപ്തിൽ അവർക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാറില്ല, പലരും പഠിക്കാറില്ല. നെയിം സെക്കിന് കുറേ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ പക്ഷേ അവർക്ക് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വേറെ ബ്രാഞ്ചസ് നിന്ന് ചോദിച്ചത്. സോ നമ്മൾ ഇനി നമ്മുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇനി പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ വേറെ ബ്രാഞ്ചസിൻ്റെ ബേസിക്സ് പഠിക്കുന്ന സമയത്ത് അത് കുറച്ച് ഇൻ ഡെപ്ത് പഠിക്കാനായിട്ട്, കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ എങ്ങനെ വളച്ച് തിരിച്ച് ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ആൻഡ് ഇതുവരെ പോളിടെക്നിക് ലെക്ചർ എക്സാം നടന്നതിൽ മാത്തമാറ്റിക്സ് അങ്ങനെ ടഫാക്കി ചോദിച്ചിട്ടില്ല. കാര്യം നമ്മൾ ബിടെക് പഠിച്ച ഉദ്യോഗാർത്ഥികളായതുകൊണ്ട് മാത്സിന് കുറച്ചൊരു ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് അത്ര ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറില്ല. സോ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വളരെ സിമ്പിളാണ്. അതിൻ്റെ മാർക്സ് ഫുള്ളും തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളിനി ഫോക്കസ് ചെയ്യേണ്ടത് ഏതാണ്? ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ആണ്. ഈ ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഒരിക്കലും വേറൊരു ബ്രാഞ്ചിൽ ഉദ്യോഗാർത്ഥി പോയിരുന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഫുൾ എക്സ്റ്റെൻഡിൽ കോൺസെപ്റ്റ് മനസ്സിലാവണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടിയേ മതിയാവും. സോ ഈ എക്സ്പേർട്ട് ആയിട്ടുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ അതാത് ഫീൽഡിലെ എക്സ്പേർട്സ് നമുക്ക് തരണമല്ലേ. അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറയുന്ന ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോമിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സിവിൽ എഞ്ചിനീയറിംഗിന് മാത്രം ക്ലാസ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാ ബ്രാഞ്ചസിനും ക്ലാസ് ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ ഇവിടെയാണുള്ളത്. സോ അവർ പറഞ്ഞു തരുന്ന പോലെ ഒരു ബേസിക് സബ്ജക്ട്സ് നിങ്ങൾക്ക് എവിടെയും പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോളിടെക്നിക് ലെക്ചർ എന്ന എക്സാം നോക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം എൻട്രി തന്നെ. സോ നമ്മൾ പോളിടെക്നിക് ലെക്ചറിൻ്റെ ക്ലാസ്സസ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഇനി നിങ്ങൾക്ക് വരുന്ന പ്രസൻറ്റേഷനിലൂടെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ. അതായത് നമ്മളിപ്പോൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാലും സിവിലിൻ്റെ ബേസിക് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വെച്ച് പഠിക്കണം. അതായത് നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ബെൻസാളിൻ്റെ ബുക്ക്, RCC ഡിസൈൻ പുൺമിയ, സോയിൽ മെക്കാനിക്സ് അറോറ, FM മോഡി ആൻഡ് സീറ്റ്, ഹൈവേ എഞ്ചിനീയറിംഗ് ഖന്ന ജസ്റ്റോ, സർവേയിങ് BC പുൺമിയ, ഇതൊക്കെ റെഫർ ചെയ്ത് ക്ലാസ്സസ് കണ്ട് സിവിൽ പോർഷൻസ് പഠിക്കണം. പക്ഷേ നമുക്കിവിടെ സിവിലല്ല നമ്മുടെ വില്ലൻ ആരാണ്? അത് ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സാണ്. ഇനി എന്തിനാണ് നിങ്ങൾ ഇത്ര നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടത്? അതിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അതായത് നമ്മൾ എക്സാമിന് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ മുന്നേ ചെയ്തിരിക്കാം. നമ്മളൊരു വർക്കൗട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പ്രീ വർക്കൗട്ട് എടുക്കുന്ന പോലെ തന്നെ നമ്മളൊരു എക്സാമിന് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് മുന്നേ പ്രീ എക്സാം അനാലിസിസ് നടത്തണം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിലബസും എക്സാം പാറ്റേണും ഒന്ന് മനസ്സിലാക്കാം. അതായത് പോളിടെക്നിക് ലെക്ചർ സിവിലിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഉടനെ തന്നെ നമുക്ക് പോളിടെക്നിക് ലെക്ചർ സിവിലിൻ്റെ ഒരു സിലബസ് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ സിലബസ് നിങ്ങളൊന്ന് മനസ്സിലാക്കി അതിൻ്റെ പാറ്റേൺ, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോയി ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം ഇതെങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. നിങ്ങൾക്കറിയാം വേറെ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏത് സോഴ്സ് കണ്ടെടുക്കണം, ഏത് രീതിയിൽ നിങ്ങൾ പഠിക്കണം, ആ ഷെഡ്യൂളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ കോർ സബ്ജക്ട്സ് ആദ്യം പഠിച്ചതിന് ശേഷം നിങ്ങൾ ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് പഠിക്കുക. അതിന് കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും തറവായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്തിരിക്കണം. പിന്നെ ബാക്കി എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൻ്റെ ബേസിക്സും പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ പറഞ്ഞുതരാം എന്തിനാണ് നമ്മൾ ഇത്ര നേരത്തെ പഠിക്കാൻ തുടങ്ങുന്നത്. ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ത്രൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. keralapsc.gov.in ആണ് നമ്മുടെ വെബ്സൈറ്റ്. ഇപ്പോൾ പ്രൊഫൈൽ ഇല്ലാത്തവരാണെങ്കിൽ
പ്രൊഫൈൽ വേഗം തന്നെ ക്രിയേറ്റ് ചെയ്തോളൂ. എന്നിട്ട് നമുക്കിനി നോക്കാം എന്തിനാണ് നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ലാസ്റ്റായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നമുക്ക് എക്സാം നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 23 ലാസ്റ്റോട് കൂടി നടന്നു. ആൻഡ് 25 നമുക്ക് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ഡേറ്റ് ഓഫ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 29/1/2025 ലിസ്റ്റ് തീരാൻ പോകുന്നത് 2028 മോസ്റ്റ് പ്രോബബ്ലി. അതായത് നമുക്കിപ്പോൾ 2026 2026 ലാസ്റ്റിൽ വരുന്ന നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ 2027 എപ്പോഴെങ്കിലും ഇടയിൽ ഈ നോട്ടിഫിക്കേഷൻ വരാം. അതായത് നമ്മുടെ കയ്യിൽ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യത്തിലധികം സമയമുണ്ട്. പക്ഷേ ഈ ആവശ്യത്തിലധികം സമയം എന്ന് പറയുന്നത് നമുക്ക് എന്തിനാ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരാം. അതിനുള്ള ഉത്തരമാണ് നമ്പർ ഓഫ് അഡ്വൈസസ്. 9 അഡ്വൈസസ് ഇതുവരെ പോയുള്ളൂ. അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ 3 വരെ അഡ്വൈസ് പോയുള്ളൂ. സോ ഇങ്ങനെ വലിയൊരു പരീക്ഷ, ഇങ്ങനെ വലിയൊരു സിലബസ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സിംഗിൾ ഡിജിറ്റ് റാങ്ക് കിട്ടിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോസ്റ്റിൽ എന്താണ് ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാൻ. ഇത് കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണ്. നിങ്ങൾ ആ ഒരു ഷോർട്ട് ലിസ്റ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 91 പേര് ഇട്ട ലിസ്റ്റാണ്. അതിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 117 പേരുണ്ട്. ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ 15 പേരുണ്ട്. ആൻഡ് ടോട്ടലി 223 പേര് നമ്മുടെ ലിസ്റ്റിലുണ്ട്. ഈ 223 പേര് ലിസ്റ്റിൽ വന്നതിൽ ആകെ 9 പേർക്ക് അഡ്വൈസ് പോയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു ലിസ്റ്റിൻ്റെ ഒരു നേച്ചർ അനുസരിച്ചാണ് വേക്കൻസി കുറവായിരുന്നു. പക്ഷേ ഇനിയും ഇങ്ങനെ വേക്കൻസി കുറവല്ല. ഇനി നമുക്ക് വേക്കൻസീസ് ഉണ്ട്. അതായത് നമുക്കിനി ഈ 9നേക്കാളും കൂടുതൽ അഡ്വൈസ് അടുത്ത ലിസ്റ്റിൽ നിന്ന് ഫോർ ഷുവർ പോയിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ സേഫ് സൈഡ് എപ്പോഴും ഞാൻ പറയാറുണ്ട്, സിംഗിൾ ഡിജിറ്റ് അല്ലെങ്കിൽ 2 ഡിജിറ്റ് റാങ്ക് ഇല്ലെങ്കിൽ ജോലി കിട്ടുക. എസ്പെഷ്യലി പോളിടെക്നിക് ലെക്ചർ ഇൻ സിവിൽ എന്ന് പറയുന്ന പോസ്റ്റിൽ എയിം ഫോർ സിംഗിൾ ഡിജിറ്റ് റാങ്ക്. അപ്പോൾ ഈ സിംഗിൾ ഡിജിറ്റ് റാങ്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ഈ സിലബസ് തറവായിട്ട് പഠിച്ചു തുടങ്ങുക. അതിൽ ബേസിക് എഞ്ചിനീയറിംഗ് ബാക്കി ബ്രാഞ്ചസിൻ്റെ സബ്ജക്ട്സ് ഒരു എക്സ്പേർട്ടിൻ്റെ കീഴിൽ തന്നെ പഠിച്ചു തുടങ്ങുക. എത്ര നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്ര റിവിഷനുള്ള ടൈമാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല നമ്മുടെ എയിം എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റ് റാങ്ക് തന്നെ ആയിരിക്കണം എപ്പോഴും. അതിൽ ഡബിൾ ഡിജിറ്റ് വന്നാലും ജോലി കിട്ടും. കാര്യം വെച്ചാൽ ഇനിയുള്ള ലിസ്റ്റിൽ ഇതുപോലെ ഒരു സ്കാർസിറ്റി ഓഫ് അപ്പോയിൻമെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ പഠിച്ചു തുടങ്ങാം. സോ ലിസ്റ്റ് തീരുന്ന ആ ഒരു കാലാവധി നിങ്ങൾ നോക്കണ്ട. ഇപ്പം തന്നെ അതിൻ്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് തുടങ്ങിക്കോളൂ. ആവശ്യത്തിനധികം നിങ്ങൾക്ക് റിവിഷനുള്ള ടൈം കിട്ടും. സോ അതാണ് നമ്മളിപ്പം ഈ ഒരു കോഴ്സ് നമ്മൾ റീലോഞ്ച് ചെയ്യുവാണ്, നമ്മുടെ പോളിടെക്നിക് ലെക്ചർ സിവിൽ എന്ന് പറയുന്ന. അപ്പോൾ ഈ റീലോഞ്ചിന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് നമ്മളോടൊപ്പം പഠിച്ചു തുടങ്ങിക്കോളൂ. മാത്രമല്ല നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഒന്നും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ബുദ്ധി ഉള്ള കാര്യമല്ല. PSCയുടെ ലിസ്റ്റ് 3 വർഷം കാലാവധി ആണെങ്കിലും 1 വർഷം കഴിയുമ്പോഴൊക്കെ മിക്ക ലിസ്റ്റുകൾ 1.5 വർഷം കഴിയുമ്പോൾ മിക്കവാറും വിളിക്കാറുണ്ട്. അതുപോലെ നമുക്ക് വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ടീച്ചിങ് എന്നത് നിങ്ങളുടെ ഒരു സ്വപ്ന ജോലിയാണ്. നിങ്ങൾക്ക് M.Tech ഒന്നും ഇല്ലെങ്കിൽ B.Tech ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്ന ജോലി അല്ലെങ്കിൽ ലെക്ചർ എന്നുള്ള ജോലി കിട്ടാം. ഇനി നിങ്ങൾക്ക് ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലാണ്. M.Techും PhD ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും പോളിടെക്നിക് ലെക്ചറായിട്ട് കയറി കഴിഞ്ഞാൽ വലിയ പോസ്റ്റ്, ഉയർന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതകളും വളരെ കൂടുതലാണ്. പിന്നെ നിങ്ങൾക്കറിയാം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഗേൾസിനൊക്കെ എന്താണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു നമ്മുടെ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് സൈറ്റിൽ പോയി നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് സ്ട്രഗിൾസും നമ്മൾ നേരിടേണ്ടി വരും. പക്ഷേ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും തന്നെ ടീച്ചിങ്ങിനില്ല. പിന്നെ ടീച്ചിങ് പാഷനായിട്ടുള്ളവർക്കാണെങ്കിൽ ഇതൊരു പ്ലസ് പോയിന്റ് ആണ്. സോ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക പോളിടെക്നിക് ലെക്ചർ സിവിലിന് വേണ്ടി. താങ്ക് യു.